ഒരു 100 ടാബ് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു ബ്രൗസർ, ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ ബ്രൗസറിൽ ഈ 100 ടാബും അതും ഫുള്ളി ലോഡർ അല്ലാത്ത ഒരു ബ്രൗസർ വെറുതെ നമ്മുടെ ഒരു മൊബൈലിൽ ഓപ്പൺ ആക്കി ഇട്ട് കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ബാറ്ററി ഞാൻ ഡ്രെയിൻ ആയിക്കൊണ്ടേയിരിക്കൂലേ? വളരെ ലെസ് ന്യൂട്രീഷ്യസ് ആയിട്ട് എന്നാൽ ഇൻസ്റ്റൻറ്റേനിയസ് പ്ലഷർ തരുന്ന ജങ്ക് ഫുഡ്സ് കഴിക്കുമ്പോൾ ഒബെസിറ്റി ഉണ്ടാകുന്നത് എങ്ങനെയാണോ എന്നതുപോലെ തന്നെ വളരെ ലെസ് ഓഫ് വാല്യൂ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കുറേ കണ്ടൻസ്, ജങ്ക് ഫുഡ്സ് നമ്മൾ കുറേ കഴിക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള ഷോർട്സ്, റീൽസ്, ഇൻസ്റ്റാ സ്റ്റോറീസ്, സ്റ്റാറ്റസ് പോലുള്ള കോൺസെപ്റ്റ് സംഭവങ്ങളെല്ലാം നമ്മൾ കൺസ്യൂം ചെയ്ത് ഇൻസ്റ്റൻറ്റേനിയസ് പ്ലഷേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കി ഓരോ സമയത്തിനും ഓരോ സെക്കൻഡിനും മിനിറ്റ് അവേഴ്സ് ആക്കി പിന്നെ ഡേയ്സ് ആക്കി പിന്നെ മന്ത്സ് അത്രയും നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഫൈനലി വി ലാൻഡ് അപ്പ് ഇൻ ഇൻ്റലക്ച്വൽ ഒബെസിറ്റി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. This is Adil from GMC Manjeri, second year MBBS. So, how are we literally killing ourselves with these contents? That is, how are we literally getting suicided by these contents? Let's see. സോ വാട്ട്സ് ഹാപ്പനിങ്? ലിറ്ററലി ഒരു ഷോർട്സ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഫ്ലോ ചാർട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതിയാവും. കാരണം ട്രിഗർ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സ്ക്രോൾ ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരുന്നത്. സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ, ഓക്കെ വി സീ സംതിങ്, ഡോപ്പമിൻ ഈസ് റിലീസ്ഡ്. ഈ നെർവ് എൻഡിങ്ങിൽ നിന്ന് ഈ നെർവ് എൻഡിങ്ങിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ അത് നടന്ന് കംപ്ലീറ്റ് കഴിയുമ്പോൾ തന്നെ എന്താ, ഡോപ്പമിൻ അപ്പം തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് ആയതുകൊണ്ട് തന്നെ അപ്പം തന്നെ അതിൻ്റെ എമൗണ്ട് കമ്മിയാകുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും, ക്രേവിങ്, നമ്മുടെ ഒരു ക്രേവിങ് ഫീലിംഗ്, അടുത്തത് നമുക്ക് കാണാനുള്ള ഒരു ഫീലിംഗ്. അപ്പോൾ അടുത്തത് നമ്മളെടുക്കും, അടുത്ത സ്ക്രോളിങ് ചെയ്യുന്നു, അപ്പോൾ വീണ്ടും നമുക്ക് കുറച്ച് ഹാപ്പിനെസ് ഉണ്ടാകുന്നു. പക്ഷേ അപ്പം തന്നെ നമുക്ക് ഹാപ്പിനെസ് പോവും, വിച്ച് മീൻസ് അപ്പം തന്നെ ഡോപ്പമിൻ പോവും, എഗെയിൻ ക്രേവിങ് ഉണ്ടാകുന്നു, ദെൻ ദി സൈക്കിൾ റിപ്പീറ്റ്സ്. അങ്ങനെ നമ്മൾ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ പണിയിട്ട് കൊണ്ടേയിരിക്കും. ഈ ഡോപ്പമിൻ കൂടുന്നു. ഇത് ലിറ്ററലി നമ്മൾ ലൈറ്റ് ഓൺ ആക്കുന്നു, ഓഫ് ആക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ബ്രെയിൻ അത് ഏറ്റവും നമ്മൾ ഒരുപാട് ലോങ് ടൈമിൽ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ആക്ച്വലി ഞാൻ പറയുന്നതല്ല, ലിറ്ററലി സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സീ സം ഓഫ് ദം. ഈ സൈക്കിൾ മാത്രം വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് ട്രിഗർ വന്നതുകൊണ്ടാണല്ലോ നമ്മൾ സ്ക്രോൾ ചെയ്ത് കംപ്ലീറ്റ് ഡോക്യുമെൻ്റൊക്കെ റിലീസ് ചെയ്ത്. അപ്പോൾ ഈ ട്രിഗറിൻ്റെ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ബ്രെയിനിൽ തന്നെ ഇൻബിൽഡായിട്ട് ഇത്തരത്തിലുള്ള ഇമ്പൾസ് ഇൻഹിബിഷൻ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. പക്ഷേ അതിനുള്ള ഡെഫിസിറ്റ്, അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, വിച്ച് മീൻസ് വി ആർ ബ്ലൈൻഡ്ലി കംപ്ലീറ്റ്ലി മേക്കിംഗ് അവർ ബ്രെയിൻ ടു ഫയർ വിത്ത് ഇമ്പൾസസ്. ചെയ്യാനുള്ളൊരു ത്വര ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അതിനൊന്ന് നിർത്തി അടച്ചമർത്തി വെക്കാനുള്ളൊരു കഴിവുണ്ടായിട്ട് പോലും അത് നമ്മൾ മറന്നു പോവുകയാണെന്നുള്ളതാണ് ഈ സ്റ്റഡി നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്പർ 2 പ്രശ്നം മെൻ്റൽ ബേൺ ഔട്ട്. അതായത് ഡോപ്പമിൻ റിലീസ് ആവുന്ന ആ ഒരു ടൈം, അപ്പോൾ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും. അപ്പോൾ ആവറേജ് നമ്മുടെ സ്ക്രീൻ ടൈം നോക്കുകയാണെങ്കിൽ ഒരു 6 to 7 hours ഇപ്പോൾ കിട്ടുന്നുണ്ട് എങ്കിൽ ഈ ഒരു ടൈമിൽ കംപ്ലീറ്റ് നമ്മളത് സ്പെൻഡ് ചെയ്ത് ഹാപ്പിനെസ് നമുക്ക് ഈ ഒരു ടൈമിൽ മാത്രമേ കിട്ടുന്നുള്ളൂ എന്നൊരവസ്ഥയായിട്ട് മാറുമ്പോൾ എന്ത് സംഭവിക്കുക, ഡോപ്പമിൻ നമ്മൾ പെട്ടെന്ന് ഈ റീൽസോ ഷോർട്സൊക്കെ നിർത്തിയിട്ട് നമ്മൾ റിയൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഡോപ്പമിൻ ഇതേപോലെ ഇത്രയും ഡോപ്പമിൻ റഷ് ഓവർലോഡും കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നേയില്ല. വിച്ച് മീൻസ് നമ്മൾ ആകെ ബോറായിരിക്കും. അപ്പോൾ ഈ നമുക്ക് ഹാപ്പിനെസ് ആണെന്ന് തോന്നുമ്പോൾ വീണ്ടും നമ്മളിത് എടുക്കുന്നു ആൻഡ് പണി തുടങ്ങുന്നു. ദാറ്റ് ഈസ് മെൻ്റൽ ബേൺ ഔട്ട്. നമുക്ക് പുറത്ത് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഒരു ഹാപ്പിനെസ് വി കൻ നോട്ട് ഫൈൻഡ്. നമ്പർ 3, ഒരു ഗ്ലാസ്സിൽ കുറച്ച് ചൂടുള്ള പാല് കുടിക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പാട മാത്രം കുടിക്കുന്നൊരവസ്ഥ, വിച്ച് ഈസ് സ്കിമ്മിങ് അപ്പ്. ഡീപ്പ് റീഡിംഗ് എന്നുള്ളൊരു സംഭവത്തെ കംപ്ലീറ്റ് നമ്മൾ അകറ്റി നിർത്തിക്കൊണ്ട് ജസ്റ്റ് സർഫസിലുള്ള മാത്രം മുഴുങ്ങുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവും. ഭയങ്കര പരാതിയല്ലേ, ചെറുതായിട്ടൊരു പാരഗ്രാഫ് നമുക്ക് വായിക്കാനായിട്ടുണ്ടെങ്കിൽ തന്നെ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ലൈൻ വായിക്കുമ്പോഴേക്കും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, മൂഡില്ല എന്നുള്ള നമുക്ക് അവിടെ മനസ്സിലാവാത്തതിൻ്റെ പ്രശ്നം എന്താണ്, മെയിൻ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് അത് ഡീപ്പായിട്ട് റീഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. സോ ഇത് നമ്മൾ ചെയ്യാതെ വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പോലെ കോവിഡിൻ്റെ സമയത്ത് വാക്സിൻ അല്ലേ, അതൊക്കെ നിരോധിക്കേണ്ടതല്ലേ, മാസ്ക് ഒക്കെ അതുകൊണ്ടൊക്കെ എന്തുപകാരം എന്നുള്ള ഒരു മട്ടിൽ ഭരണാധികാരികൾ വരെ നമ്മുടെ രാജ്യത്തിൻ്റെ തലവന്മാർ വരെ അതൊക്കെ പറയുകയും കുറേയധികം അത് മുഖേന 1 million ഡെത്തുകൾ, ദാറ്റ് ഈസ് പ്രിവെൻറ്റബിൾ ഡെത്ത്സ് വരെ ഉണ്ടാവുകയോ ഒക്കെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ബിക്കോസ് ദേ ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഇസ് ദ കൺസെപ്റ്റ്. വേറൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1977 ഉണ്ടായിരുന്ന ദാറ്റ് പ്ലെയിൻ ക്രാഷ്, ടെനറിഫെ ക്രാഷ്. ഇതിൽ മോസ്റ്റ് ആയിട്ട് ഹ്യൂമൻ എറേഴ്സ് ഇതിൻ്റെ ഒരു മെയിൻ ഫാക്ടറായിട്ട് അവിടെ നിലനിൽക്കുമ്പോൾ അവിടെ ഇപ്പോൾ എനിക്കിപ്പോൾ ഇത്രയും കൊല്ലം ഓട്ടിപ്പരിചയമുള്ള ഒരു പൈലറ്റാണ് ഞാൻ. ആക്ച്വലി എനിക്ക് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഒന്നും ഫോളോ ചെയ്യേണ്ട എന്നുള്ളൊരു മട്ട് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്ലെയിൻ ക്രാഷ് അല്ല, അവിടെ എന്തും സംഭവിക്കാനുള്ളൊരു സ്പേസ് അവിടെ തുറന്ന് കിടക്കുന്നുണ്ട്. ഇത്തരം ചിന്തകൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നത് ഡീപ്പ് റീഡിങ്, കുറച്ച് കോൺസെപ്റ്റ് എന്താണെന്ന് കോംപ്രഹെൻഡ് ചെയ്യണം എന്നുള്ള ഒരു സംഭവം, ഒരു ആവശ്യകത അവിടെ ഉണ്ടാകുമ്പോഴാണ്. പക്ഷെ അത് കംപ്ലീറ്റ് എന്ത് ചെയ്യാണ്, സർഫസ് റീഡിങ്, സൂപ്പർഫിഷ്യൽ റീഡിങ് നമ്മിൽ നിന്നും എടുത്തു കളഞ്ഞ് ഓടിപ്പോയി നമ്മിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന അറ്റൻഷൻ സ്പാൻ.
എന്താ ഈ അറ്റൻഷൻ സ്പാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ ഒരു 5 മുതൽ 15 മിനിറ്റ് വരെ നമുക്കിപ്പോൾ ഒരു സാധനം എന്തെങ്കിലും നമ്മൾ കളിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5-10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ അവർ അതിന് മേലെ നമ്മൾ ഇരിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ദി അറ്റൻഷൻ സ്പാൻ. നമ്മൾ അഡൾട്ട്സിൻ്റെ കേസ് എടുക്കുമ്പോൾ 20 to 40 മിനിറ്റ്സ് അവർക്കൊരു നോർമൽ ഒരു ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ് ഒരു 20 മിനിറ്റ്സ് എങ്കിലും അവർക്ക് വളരെ ഉഷാറായിക്കൊണ്ട് അതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈം അറ്റൻഷൻ സ്പാൻ. ഇത് നമ്മൾ കണക്കുകൾ പറയുന്നത് എന്താ, സമ്മർ 2000 ആയപ്പോഴേക്കും വെറും 12 സെക്കൻഡ്സ് ആയിട്ട് ഒരു ആവറേജ് അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു. പക്ഷേ 2013 ആയപ്പോഴേക്കും നമുക്കറിയാം അതിൻ്റെ കാരണങ്ങൾ എന്തുകൊണ്ടാണ് ഈ 12 സെക്കൻഡ്സിൽ നിന്നും 8 സെക്കൻഡ്സായി കുറയുകയും. വിച്ച് മീൻസ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ രണ്ടുപേരും ഒരു എ സുഹൃത്തും ബി സുഹൃത്തും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എ സുഹൃത്ത് പറയുന്നത് ബി സുഹൃത്തിന് വെറും ആദ്യത്തെ 8 സെക്കൻഡ് നന്നായി ഫോക്കസ് ചെയ്ത് കേൾക്കും. അതിനുശേഷം എന്നുള്ള തലയാട്ടുന്ന ഒരു പ്രകൃതി. ഇത് നമുക്ക് എന്തുപകാരം നമുക്ക് ഉണ്ടാവുന്നത്? ഈ സംഭവം നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറയ്ക്കുന്നത് ഈ ചങ്ങായിമാർ ഇത്തരത്തിലുള്ള ഷോർട്ട് കണ്ടൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണോ നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്? നെക്സ്റ്റ് സ്റ്റഡി ഷോസ് ദാറ്റ് DMN കൊളാപ്സ്. നമ്മൾ ഒരു വർക്ക് നമ്മളിപ്പോൾ ഒരു ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ടൈം നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരു സമയം, ലൈക്ക് ഇപ്പോൾ നമ്മൾ ഒരു എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് വേറെ കുറച്ച് കിട്ടുന്നൊരു ടൈം, ദാറ്റ് ഇസ് നമ്മുടെ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് ഓൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ തോട്ട്സ് വാണ്ടർ ചെയ്ത് നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഇൻക്യുബേഷൻ പീരിയഡ് എന്നൊക്കെ അതിന് പറയാം. നമുക്ക് ക്രിയേറ്റിവിറ്റി നമ്മുടെ തോട്ട്സ് മുഖേന നമുക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കുറേ ഇതിലേക്ക് നമ്മുടെ തോട്ട്സിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബ്രെയിൻ ഇൻബിൽഡ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ സംഭവം എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ്ലി കൊളാപ്സ്. ഇൻസൈറ്റ് അവിടെ ജനറേഷൻ തന്നെ കംപ്ലീറ്റ്ലി ഇല്ലാതായിട്ട് മാറുന്നു. ജസ്റ്റ് ബിക്കോസ് ഓഫ് നമ്മുടെ ഈ ഡോപ്പമിൻ റഷിൻ്റെ ആ ഒരു ത്രില്ലിൻ്റെ ആ ഒരു ഹാപ്പിനെസ് കാരണം കൊണ്ട് അട്രാക്റ്റഡ് ആയിട്ട് ഇതിനൊന്നും അവിടെ നേരില്ലാണ്ട് കംപ്ലീറ്റ് DMN കൊളാപ്സ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഷോർട്സ് കൺസ്യൂം ചെയ്യുന്ന മുഖേന നമുക്കുണ്ടാകുന്ന ഗിഫ്റ്റ്. ദ നെക്സ്റ്റ് തിങ് ഈസ് ഇമോഷണൽ ബ്ലെൻഡിങ്. ചെറിയ കുട്ടികൾ പോലും, അതായത് ഒരു 10ാം ക്ലാസ് പ്രായമൊക്കെ പഠിക്കുന്ന കുട്ടികൾ, അവർ ജസ്റ്റ് ഒരു SSLC പരീക്ഷയ്ക്ക് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ, അതുപോലെ അടി കൂടുകയും തല്ലലും ജസ്റ്റ് ഒരു പാർട്ടിയിൽ അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് പോലും നമുക്ക് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, അത്രയും കാലം ഉണ്ടായിട്ടില്ല, പിന്നെ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ്, ഇവിടെ നമ്മൾ ഇതിനെ ടോളറേറ്റ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒരു മൈൻഡ് സെറ്റ് ഇപ്പോൾ നമ്മൾ വിൽക്കുകയാണ്. ഓക്കെ, അത് 10ാം ക്ലാസ് കുട്ടികളല്ലേ, ഇൻസ്റ്റയിൽ ഭയങ്കര വൈറലാണ്, ഇതിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് ഇമോഷണൽ ബ്ലെൻഡിങ് ആകെ നമുക്കൊരു അതിനെ ലോജിക്കായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വൈ ഇറ്റ് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ആൻഡ് ഹൗ ക്യാൻ വി പ്രിവെൻറ്റ് ഇറ്റ്, വൈ വി ഹാവ് ടു പ്രിവെൻറ്റ് ഇറ്റ് എന്നുള്ള ഒരു ചിന്ത. ബിക്കോസ് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ടോളറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഉണ്ടാകാൻ പോകുന്നത് ഇതിനൊരു സെലിബ്രേഷൻ കൾച്ചറാക്കിയിട്ട് മാറ്റും. വിച്ച് മീൻസ് SSLC എന്നൊക്കെ ആകുമ്പോൾ ചെറിയ തല്ലും വീടിയൊക്കെ ഉണ്ടാകുന്നുള്ള ഒരു മൈൻഡ് സെറ്റ്. ഇനി അത് ഫോളോ ചെയ്ത് പോകുന്ന അതിൻ്റെ അടുത്ത ജനറേഷൻ ഇതിനെന്തായിട്ട് മാറും, ഇതൊരു പ്രശ്നമില്ലാത്തൊരു കാര്യം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് പോകുന്ന ഈ കൺവേർഷൻ ഭാവിനെ കംപ്ലീറ്റ് ഡെസ്ട്രോയ് ചെയ്യുകയാണ് അവിടെ ഇൻ ടോട്ടോ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്പേഷ്യൽ മെമ്മറി. അത് നമ്മുടെ ജനറേഷനിൽ തന്നെ നമ്മുടെ വാപ്പമാരോ ഇല്ലെങ്കിൽ നമ്മുടെ മൂത്താപ്പമാരോ ഏളാപ്പമാരൊക്കെ ആയിട്ട് നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ നമുക്കറിയാം, അവർക്ക് വഴി എന്ന് പറയുമ്പോൾ ഒരു കാറൊക്കെ എടുത്ത് നമ്മൾ അവരുടെ ഒപ്പം പോകുമ്പോൾ അവർക്ക് യഥാർത്ഥ രൂപത്തിൽ അവർക്ക് എങ്ങനെ തിരിയണം എന്നൊക്കെ GPS ഇല്ലാണ്ട് തന്നെ ഒരുപക്ഷെ എന്ത് ചെയ്യും, അവർക്ക് അറിയും. പക്ഷേ നമ്മുടെ ഈ ഒരു ജനറേഷനെ സംബന്ധിച്ചിടത്തോളം GPS വന്നതോടുകൂടി തന്നെ നമ്മുടെ എലിഫൻറ്റ് പാത്ത് മെമ്മറി എന്ന് പറഞ്ഞ സംഭവം, അതായത് ഒരു ആനകൾക്ക് അവർ പോകുന്ന വഴി കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു GPS എങ്ങനെയാണോ വഴി കാണിച്ചിട്ട് അപ്പോൾ നമ്മൾ പോകുന്നത് അതുപോലെ പോകാനുള്ളൊരു കഴിവ്, അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു മെമ്മറി അവർക്ക് ഉണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു മെമ്മറിക്കുള്ളൊരു ചെറിയൊരു പൊട്ടൻഷ്യലും നമ്മുടെ ബ്രെയിനിൽ ഉണ്ടായിട്ട് പോലും ആ സംഭവം പാടില്ല എന്നുള്ള രൂപത്തിൽ നമ്മൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. വിച്ച് മീൻസ് ഒരു സ്ഥലത്തേക്ക് നമ്മൾ GPS നോക്കി പോയി കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ തിരിച്ചു വരണമെങ്കിൽ GPS ഇല്ലാതെ പറ്റാത്ത ഒരവസ്ഥ പോലും കൂടുതലായിട്ട് ഒരുപാട് ഇത്തരത്തിലുള്ള ഷോർട്ട് ടേം ഗ്രാറ്റിഫിക്കേഷൻ കൊതിച്ചുകൊണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ ബ്രെയിൻ ആവുന്ന ഒരു സോയിൽ ഫീൽഡ് ഇതിനൊന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിനിൽ നമുക്ക് എഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഷോട്ട് കഴിഞ്ഞ് അടുത്ത സ്റ്റോറി. അപ്പോൾ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ നിർത്താതെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സോയിലിൽ ഒന്നൊന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സോയിലിൽ പോയിട്ട് നമ്മൾ ഒരു ക്രോപ്പ് ഇട്ടു, പിന്നെ ആ ക്രോപ്പ് ആവശ്യത്തിന് ശേഷം വീണ്ടും അടുത്ത ക്രോപ്പ്, വീണ്ടും അടുത്ത ക്രോപ്പ് ഒരു ഗ്യാപ്പും കൊടുക്കാതെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, സോയിലിലെ ന്യൂട്രിയൻസ് ഒന്നും അവിടെ ഇല്ലാണ്ടായിട്ട് അതിനെ ഗ്രോത്തിനെ കംപ്ലീറ്റ് എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യും, ഡെസ്ട്രോയ് ചെയ്യും. ദാറ്റ്സ് 100% ട്രൂ. ഇത് വരാതിരിക്കാൻ വേണ്ടി ക്രോപ്പ് റൊട്ടേഷൻ, അതായത് ആദ്യം ലെഗ്യൂംസ് ആണെങ്കിൽ നമ്മുടെ പയർ, ബീൻസ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ധാന്യങ്ങൾ, നമ്മുടെ പാഡി, റൈസ് അതുപോലത്തെ കോൺസെപ്റ്റുകൾ ഉണ്ടാക്കി അങ്ങനെ എന്ത് ചെയ്യും, നൈട്രജൻ ഫിക്സേഷൻ എന്നുള്ളൊരു സംഭവം അവിടെ ഉണ്ടാക്കി പിന്നെ പാഡിക്ക് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഹൈ സർപ്ലസ് പ്രൊഡക്ഷൻ നമുക്ക് കിട്ടും.
ഈ ഒരു സയൻറ്റിഫിക് ഫാക്ട്, ഈ ഒരു സംഭവം പോലും നമ്മൾ കംപ്ലീറ്റ്ലി നിരസിച്ച് കളയുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആവുന്ന സോയിലിൽ നമ്മൾ വീണ്ടും ഒരു ഷോട്ട് ഒരു ഗ്യാപ്പ് കൊടുക്കാതെ നമ്മൾ ഡെയിലി അത് ആവർത്തിച്ച് വരുമ്പോൾ ന്യൂറോ ഡൈവേഴ്സിറ്റി, നമുക്ക് പുതിയൊരു സിനാപ്സ്, ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു റിട്ടൻഷൻ നമുക്ക് കിട്ടുന്ന രീതിക്ക് ലോങ് ടേം മെമ്മറിയിലേക്ക് ഉണ്ടാകുന്ന ഒരു സിനാപ്സ് ബിൽഡ് ചെയ്യാൻ നമുക്ക് പറ്റാതെയായിട്ട് വരും. ഇതിനോട് കണക്ട് ചെയ്ത് വെച്ച് വായിക്കുകയാണെങ്കിൽ മെമ്മറി കൺസോൾട്ടേഷൻ അതിനും ഏറ്റവും സീരിയസ് ആയിട്ട് ബാധിക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ ഈ ഷോർട്സിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ. വിച്ച് മീൻസ് ആക്ച്വലി എവിടെ സംഭവിക്കുന്നത്, നമ്മളൊരു ഷോട്ട് കാണുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും, അടുത്ത ഷോട്ടാണ് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അടുത്ത ദിവസം എടുക്കുമ്പോൾ അവിടെ നമ്മൾ എൻറ്റയർലി കുറച്ച് പുതിയതായിട്ടുള്ള വീണ്ടും ഷോർട്സ്, അടുത്ത പുതിയ ഷോർട്സ്, മൂന്നാം ദിവസം വീണ്ടും നമ്മൾ കാണുന്ന കുറേ ഷോർട്സ്. അപ്പോൾ വീണ്ടും പുതിയ കാര്യങ്ങൾ നിറഞ്ഞ് ഇപ്പോൾ 3 ദിവസം 3 ഇറലവൻ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇങ്ങനെ കണക്ഷൻ ഇല്ലാതെ കിടക്കും. ഇവിടെ എന്താ സംഭവിക്കുന്നത് പറയുമ്പോൾ ഷോർട്ട് ടേമിലുള്ള സാധനം നമ്മൾ വീണ്ടും റീയൂസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും, അതിന് ഒരിക്കലും ലോങ് ടേമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, ദാറ്റ് ഇസ് കോൾഡ് ആസ് കൺസോൾട്ടേഷൻ ഓഫ് മെമ്മറി. അപ്പോൾ അത് പറ്റാതായിട്ട് ഇവിടെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് കിട്ടുന്ന പുതിയ കാര്യങ്ങൾ കുറച്ച് നമ്മൾ അറിയുന്ന അല്ലേ നമ്മൾ ഷോർട്സ് കാണുന്ന സമയത്ത് അതിന് കൺവേർഷൻ അവിടെ നടക്കാത്തത് കൊണ്ട് തന്നെ ബ്രെയിൻ ഈസ് സോ മടി പിടിക്കും. ബ്രെയിന് നമ്മൾ തന്നെ എന്ത് ചെയ്യാണ്, മടി പിടിക്കാൻ വേണ്ടി ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കും. പിന്നെ ബ്രെയിൻ മടി പിടിക്കാതിരിക്കുകയോ ഇല്ല. അപ്പോൾ പിന്നെ പുതിയതായിട്ട് ലോങ് ടേം മെമ്മറിയിൽ കൺവേർട്ട് ചെയ്യാൻ അതിന് ഭയങ്കര മടിയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കാര്യം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമുക്കങ്ങനെ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവുക. ഈവൻ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഓർമ്മയെ കുറിച്ച് ആലോചിക്കേണ്ടത്. നമ്മൾ നാളേക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന നമുക്ക് ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് വഴിയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. വിച്ച് മീൻസ് നമ്മുടെ ബ്രെയിനിൽ മെമ്മറിയിൽ ഉണ്ടാവുന്ന വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്, അല്ലെങ്കിൽ വാട്ട് ഫിറ്റ്സ് ഇൻ കറക്റ്റ്ലി എന്തുകൊണ്ടൊക്കെ നമ്മൾ കംപ്ലീറ്റ് എന്ത് ചെയ്യുക, മെമ്മറിയിൽ അവിടെ സേവ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സേവ് ചെയ്ത് വെക്കുമ്പോഴാണ് നമ്മളത് റീയൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് പ്രോബ്ലം സോൾവിങ് സീരിയസ്ലി വിൽ ഗെറ്റ് അഫക്റ്റഡ് because of your prolonged exposure to these very tiny shots. പിന്നെ ഇറ്റ് ഈസ് മേക്കിംഗ് ആസ് മോർ സോഷ്യലി ഡിറ്റാച്ച്ഡ്. അതായത് നമുക്ക് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തിനാ പോയി സംസാരിക്കണം എന്നുള്ളൊരു ചിന്ത പോലും മനസ്സിലുണ്ടാവുകയും ഇത് മാത്രം പോരെ, വാട്സപ്പിൽ ഇത്ര നമുക്ക് ഇമോഷൻസും എല്ലാം ഷെയർ ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഫെസിലിറ്റി, അതിലേക്ക് നമ്മൾ ഗെറ്റിംഗ് അഡിക്റ്റഡ് ടു അവർ സെൽസ്. ആൻഡ് പുറത്ത് പോയിട്ട് നമ്മളിങ്ങനെ ഒന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് നമ്മൾ വിലയിരുത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു ഇഷ്യൂ, നമ്മുടെ സൊസൈറ്റി ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എടുത്തിട്ടിട്ട് 4 പേരും കൂടി ഒരുമിച്ചിരുന്ന് വർത്താനം പറയുമ്പോൾ അവിടെ നമുക്ക് എത്രത്തോളം നമ്മൾ വിചാരിച്ചിരുന്ന കാര്യം അത് തെറ്റാണെന്നൊക്കെ ബോധ്യപ്പെടും. അവിടെ നിന്നുണ്ടാകുന്ന റിയലൈസേഷൻസും ആ ഒരു എക്സ്പോഷർ ആയിട്ടുള്ള ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു തിങ്കിങ് കപ്പാസിറ്റിയും ക്യാപ്പബിലിറ്റിയും സംഭവം അത്തരത്തിലുള്ള മെൻ്റൽ ഫാക്കൽറ്റീസിനെ എല്ലാം എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ്ലി ഡിസ്കറേജ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആണ് ലിറ്ററലി നമ്മൾ ഒരുപാട് സമയം എക്സ്പോസ് ചെയ്യുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഫൈനലി മെഡിക്കൽ ഫീൽഡിലേക്ക് നോക്കുമ്പോൾ അത്രയും മോളിക്കുലർ ലെവലിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ നമ്മുടെ ഈ ഒരു സ്വഭാവത്തിന് ഒരു എഫക്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് പിന്നെ നമുക്ക് എത്രത്തോളം മൈന്യൂട്ട് ലെവലാണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഒരു സെല്ല് അത് നമുക്ക് കാണാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സെല്ലിനുള്ള ന്യൂക്ലിയസ് നമുക്ക് കാണാൻ പറ്റുമോ, നേക്കഡ് ഐസ് കൊണ്ട് എന്തായാലും പറ്റില്ല. അപ്പോൾ മൈക്രോസ്കോപ്പ് കൊണ്ടൊക്കെ പറ്റും. അപ്പോൾ ഈ മൈക്രോസ്കോപ്പിന് പറ്റുന്ന ന്യൂക്ലിയസിൻ്റെ അതിൻ്റെ ഉള്ളിൽ DNA അത് നമുക്ക് മൈക്രോസ്കോപ്പ് കൊണ്ട്, സാധാരണ ലൈറ്റ് മൈക്രോസ്കോപ്പ് കൊണ്ട് പറ്റില്ല, അതിനെക്കാട്ടിയും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അപ്പോൾ അത്രയും സംഭവം നമ്മൾ മൈന്യൂട്ടായി മാഗ്നിഫൈ ചെയ്ത് ആ സംഭവത്തിൽ കാണുന്ന DNA അതിൻ്റെ ഒരു സെഗ്മെൻറ്റ് മാത്രം, ദാറ്റ് ഈസ് ആക്ച്വലി ദ ജീൻ. അത്രയും മോളിക്കുലർ ലെവലിൽ നമ്മുടെ ഈ ഒരു സ്വഭാവം കാരണം കൊണ്ട് അവിടെ എപ്പിജനറ്റിക് മോഡിഫിക്കേഷൻസ് ഉണ്ടാകുന്നുണ്ട് പറയുമ്പോൾ what is the need of getting ourselves addicted or admitted to this locked environment? നമുക്ക് ഫ്രീഡം വേണ്ടേ, ഫ്രീഡം വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ ഗാസയിലൊക്കെ നമ്മൾ നോക്കിക്കൊണ്ട് വലിയ രീതിക്ക് നമ്മൾ സിമ്പതി കൊണ്ട് നമ്മൾ പറയാറുണ്ട് എത്രത്തോളം കുരുന്നുകളാണ് അവിടെ ഭക്ഷണം കിട്ടാതെ മരിച്ചു വീഴുന്നത് എന്നുള്ളത്. അത്രയും നമ്മൾ അതിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ ചിന്തകളും അതുപോലെ ടോക്കുകളൊക്കെ നമ്മൾ നടത്തുന്നത് നമുക്ക് എന്തുകൊണ്ട്, വൈ ആർ വി സ്റ്റിൽ പ്രൊമോട്ടിങ് ദിസ് ഇൻജസ്റ്റിസ് ടു അവർ സെൽസ്, ടു അവർ ബ്രെയിൻസ്, ബൈ വിച്ച് വി ആർ ആക്ച്വലി സൂയിസൈഡിങ് അവർ സെൽസ്. നമ്മളെ തന്നെ കൊന്നുകൊണ്ട് ഇരിക്കുന്ന ഇത്തരം ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യകത ഇനി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാലും ഇതിലേക്ക് വീണ്ടും തിരിച്ച് ഷോർട്സ് കാണാൻ വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യകത എന്തിന്, വൈ ആർ വി ആക്ച്വലി പ്രൊമോട്ടിങ് ഇറ്റ്? ഡു വി ഹാവ് ടു റെസിസ്റ്റ് ഇറ്റ്? We should resist it. We have to find ways to overcome them. അത് നമുക്ക് തീർച്ചയായിട്ടും ഇനി നമ്മൾ കാണുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ജസാക്കല്ലാഹ് ഖൈറൻ കസീറ.